ബംഗാളിൽ ജനാധിപത്യം തകർക്കപ്പെടുന്നുവെന്ന് സീതാറാം യെച്ചൂരി. ബംഗാളിൽ മുഹമ്മദ് സലീമിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തൃണമൂൽ രാഷ്ട്രീയം അക്രമത്തിലേക്ക് പൂർണ്ണമായും മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. Saying about Bengal and the sort of politics that is taking place in Bengal. The democracy is being destroyed and it's being actually murdered in broad daylight. And this is the actual vindication of it. On the polling day, a candidate, his car is attacked, shots are fired. This is what, and the election commission in the country says central forces are deployed. There is not a single central. ബിജെപി ദേശീയാസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിനിടെ ചെരുപ്പേറ്. വാർത്താസമ്മേളനം നടത്തുകയായിരുന്ന വക്താവ് GVL നരസിംഹറാവുവിന് നേരെയാണ് ചെരുപ്പെറിഞ്ഞത്. അഴിമതി വിരുദ്ധ പ്രവർത്തകൻ എന്നവകാശപ്പെടുന്ന കാൺപൂർ സ്വദേശി ശക്തി ഭാർഗവാണ് ചെരുപ്പെറിഞ്ഞത്. ഇയാളെ BJP പ്രവർത്തകർ പിടികൂടി വാർത്താസമ്മേളന ഹാളിൽ നിന്നും മാറ്റി. എന്തിനാണ് ചെരുപ്പെറിഞ്ഞത് എന്ന് വ്യക്തമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിന് പിന്നാലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഹെലികോപ്റ്ററിലും പെട്ടി കണ്ടെത്തി. പെട്ടി പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മന്ത്രി തട്ടിക്കയറിയതോടെ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിച്ചു. അതേസമയം പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. കഴിഞ്ഞയാഴ്ച കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പെട്ടി സ്വകാര്യ വാഹനത്തിലേക്ക് മാറ്റിയത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഒഡീഷയിലെ സോലാപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതിന് ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒഡീഷയിലെത്തിയ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഹെലികോപ്റ്ററിൽ സീൽ ചെയ്ത നിലയിൽ പെട്ടി കണ്ടെത്തി. ഇത് പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥരെ ധർമ്മേന്ദ്ര പ്രധാൻ തടഞ്ഞു. ജോലി ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അസഭ്യവും പറഞ്ഞു. സംഭവം വിവാദമായതോടെ പെട്ടിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുവന്ന പണമാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് BJD രംഗത്തെത്തി. ഇതിനിടെ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. ഉത്തർപ്രദേശിലെ രാംപൂരിൽ നടന്ന BJP റാലിയിൽ ഇന്ത്യൻ സൈന്യത്തെ മോദിയുടെ സൈന്യമെന്ന് അബ്ബാസ് നഖ്വി വിശേഷിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. സൈന്യത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടിയെന്നും ഭാവിയിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമില്ല. ഹരിയാനയിലും സഖ്യം വേണമെന്ന ആം ആദ്മി പാർട്ടി ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതോടെയാണ് സഖ്യ നീക്കം പൊളിഞ്ഞത്. 7 സീറ്റുകളിലും ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഹരിയാനയിലെ ഒരു സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് 2 സംസ്ഥാനങ്ങളിലെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനാണ് വഴിയൊരുക്കുക. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഇരു പാർട്ടികളും തനിച്ചു മത്സരിക്കും. ഇന്നലെ വൈകുന്നേരം വരെ സഖ്യ ചർച്ചകൾ അനുകൂല ദിശയിലായിരുന്നു. ദില്ലിയിൽ 3 സീറ്റിൽ കോൺഗ്രസും 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കാനും ധാരണയായി. എന്നാൽ സഖ്യം ഹരിയാനയിലേക്ക് നീട്ടണമെന്നും 1 സീറ്റ് നൽകണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സഖ്യം നീട്ടാനാകില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെ സഖ്യത്തിനായുള്ള അവസാനവട്ട ശ്രമവും പാളി. തനിച്ചു മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ദില്ലിയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് PC ചാക്കോ വ്യക്തമാക്കി. But today again in the morning, Aam Aadmi Party is going back. I do not know what is the reason. We have a serious and senior set of candidates. We have prepared the list and finally we will submit it to Congress President and we will announce it by tomorrow and we are ready to fight on our own. സഖ്യ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് പിന്മാറിയെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായ് പറഞ്ഞു. चंडीगढ़ में हम उनको सपोर्ट करने को तैयार थे, लेकिन एकदम ये समझ के परे है कि कल शाम होते होते कांग्रेस क्यों पीछे हटी और पूरी तरह से जो है जो अब तक की हमारी कोशिश थी लगातार निरंतर बार बार हमने आखिरी कोशिश भी कल की, लेकिन कोई बात नहीं. दिल्ली के जनता पर हमें भरोसा है और जनता के साथ मिलकर के इस लड़ाई को हम लड़ेंगे और भाजपा को दिल्ली के अंदर 7 सीटों पर हराएंगे. ആം ആദ്മി പാർട്ടി നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരുന്നു. കോൺഗ്രസ് ആകട്ടെ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഏകദേശ ധാരണയായിട്ടുണ്ട്. ഹരിയാനയിലെ 1 സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് 2 സംസ്ഥാനങ്ങളിലെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് വഴിയൊരുക്കുക. ഇത് BJPക്കെതിരായ ഐക്യമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുനിലപാടിന് വിരുദ്ധമാകുന്നതിനാൽ സഖ്യം പൊളിഞ്ഞത് വിശദീകരിക്കാൻ കോൺഗ്രസിന് പ്രയാസപ്പെടേണ്ടി വരും. കൈരളി ന്യൂസ്, ദില്ലി. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് PS ശ്രീധരൻ പിള്ളയ്ക്കെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറ്റിങ്ങൽ പോലീസാണ് പിള്ളയ്ക്കെതിരെ കേസെടുത്തത്. 4 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.
ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം. ബാലാക്കോട്ടിലെ സൈനിക നടപടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടായ പരാമർശമാണ് കേസിന് ആസ്പദമായത്. 153, 153A വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെയുണ്ടല്ലോ, വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നായിരുന്നു പരാമർശം. സംഭവത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും LDF പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കെ സുധാകരന്റെ വിശ്വസ്തനായ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. DCC മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് വട്ടിപ്രമാണ് കോൺഗ്രസ് വിട്ട് CPI-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കെ സുധാകരൻ BJP-യുമായി രഹസ്യധാരണയുണ്ടാക്കിയതായി പ്രദീപ് വട്ടിപ്രം പറഞ്ഞു. കണ്ണൂർ DCC ഓഫീസ് നിർമ്മാണത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. KSUവിലൂടെ പൊതുരംഗത്തെത്തിയ പ്രദീപ് വട്ടിപ്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കെ സുധാകരന്റെ വിശ്വസ്തനായ പ്രദീപ് DCC ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. എന്നാൽ കണ്ണൂർ DCC ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ അഴിമതി ചൂണ്ടിക്കാട്ടിയതോടെ പ്രദീപ് കെ സുധാകരന്റെ അപ്രീതിക്ക് പാത്രമായി. ഇതോടെ സംഘടനാ ചുമതലകളിൽ നിന്നും സുധാകരൻ പ്രദീപിനെ പൂർണ്ണമായും മാറ്റി നിർത്തി. തൊക്കിലങ്ങാടി ഹൈസ്കൂളിലെ നിയമനങ്ങളിൽ സുധാകരന്റെ നേതൃത്വത്തിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും പ്രദീപ് വട്ടിപ്രം തുറന്നുകാട്ടി. സുധാകരൻ BJP-യുമായി രഹസ്യബന്ധമുണ്ടാക്കിയതായി പ്രദീപ് വട്ടിപ്രം പറഞ്ഞു. അമിത്ഷായുടെ അജണ്ടക്കനുസരിച്ചാണ് സുധാകരന്റെ പ്രവർത്തനങ്ങളെന്നും പ്രദീപ് ആരോപിച്ചു. ഇന്ത്യയിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. കോൺഗ്രസ് പറയുന്നു നമ്മുടെ മുഖ്യ എതിരാളി BJP-യാണ് എന്ന്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ, കണ്ണൂരിലേക്ക് വരുമ്പോൾ ഈ BJP കോൺഗ്രസ് ബന്ധം വല്ലാത്ത ഒരു ബായ് ബന്ധമായി മാറുകയും അത് കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും ഇവിടുത്തെ RSS നേതാവും തമ്മിൽ സയാമീസ് ഇരട്ടകളെപ്പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ കാണുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനാണ് CPI-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും പ്രദീപ് അറിയിച്ചു. CPI-എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, KP സഹദേവൻ, KK രാഗേഷ് MP എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദീപിനെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആലുവയിൽ 3 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ കുഞ്ഞിനെ അമ്മയെ അറസ്റ്റ് ചെയ്തു. വധശ്രമം, ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എന്നിവ ചുമത്തിയാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ യുവതിയെ ഏലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം അടിയന്തര ശസ്ത്രക്രിയ പൂർത്തിയായെങ്കിലും കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു. 3 വയസ്സുകാരന്റെ ചികിത്സയും സുരക്ഷിതത്വവും സർക്കാർ ഏറ്റെടുത്തതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് ഇതര സംസ്ഥാനക്കാരായ കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ മർദ്ദിച്ചത് താനാണെന്ന് കുട്ടിയുടെ അമ്മ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. അനുസരണക്കേട് കാണിക്കുമ്പോൾ തടികൊണ്ട് കുഞ്ഞിന്റെ തലക്കടിക്കാറുണ്ടെന്നും ചട്ടുകം പഴിപ്പിച്ചു വെക്കാറുണ്ടെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. എന്നാൽ മർദ്ദനത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു അച്ഛന്റെ മൊഴി. ഇതേ തുടർന്ന് കുട്ടിയുടെ അമ്മയെ ഏലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് സംഭവം നടന്ന ഏലൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അതേസമയം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്തസ്രാവം നിയന്ത്രിക്കാനായിട്ടുണ്ടെങ്കിലും തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. അതിനാൽ അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയാറായിട്ടില്ല. പക്ഷേ ലൈഫ് ത്രെറ്റനിങ് ഒരു ബ്ലീഡിംഗ് നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടി സർവൈവ് ആയാൽ എത്രമാത്രം ന്യൂറോളജിക്കലി നോർമൽ ആവുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. റൈറ്റ് ഹാഫ് ഓഫ് ദി ബ്രെയിൻ ഡാമേജ് ഉണ്ട്. 48 hours എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നീരുണ്ട് തലച്ചോറിലെ, അപ്പോൾ അത് കുറയാനുള്ള സമയമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 48 hours നമ്മൾ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ വി വിൽ ടേക്ക് ഇറ്റ് ഫ്രം ദർ. മെഡിസിൻസ് നമ്മളെല്ലാം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ്സോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ചില പോസിറ്റീവ് സൈൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഔട്ട് ഓഫ് ഡേഞ്ചർ എന്ന് പറയാറായിട്ടില്ല. ഇതിനിടെ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ പരിശോധിക്കുന്നതിനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മഹാറാണി സിൽക്സ് ന്യൂസ് ഇൻ ബ്രീഫ് ബ്രോട്ട് ടു യു ബൈ മഹാറാണി സിൽക്സ്. വയനാടിന്റെ റാണി ഇനി മഹാറാണി സിൽക്സ്, കൽപ്പറ്റ. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലചിത്രം ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. നീലചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്.